എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം ഇന്ന് അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. കാരണം വാഹനങ്ങൾ അതുപോലെ ഉണ്ട് ഇന്ന് റോഡിലോട്ടും. എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഓവർ സ്പീഡും ഇതെല്ലാം കൊണ്ട് ഇന്ന് അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരും ചെറിയ കുട്ടികൾ വരെ ഇന്ന് അപകട മരണങ്ങളിൽ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു 50% ഓവർ സ്പീഡ്, അതായത് നമ്മളുടെ തന്നെ ശ്രദ്ധക്കുറവ്, ഓവർ സ്പീഡ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലത്തെ കാരണങ്ങൾ. ഇനി എന്തിനേറെ പറയുന്നു, നമ്മൾ നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ പോലും എത്രയോ പേർക്കാണ് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്താണ്? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ വരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ചിലപ്പോൾ ഇടിച്ചിടുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ ആക്സിഡൻറ്റ് മരണങ്ങളും ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടാകുന്നത് 50% ആണെങ്കിൽ ബാലൻസ് 50% നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലാതെ മറ്റുള്ളവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും നമ്മൾക്ക് സംഭവിക്കുന്നതാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ എന്താണ്? നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥന ശക്തമാക്കുക, വചനം ശക്തമാക്കുക. അപ്പോൾ ഇന്ന് യാത്രകളിൽ ദൈവം നമ്മൾക്ക് കാവൽ തരുവാനുള്ളൊരു വചനത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അതിനു മുൻപേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? റോഡ് നിയമങ്ങൾ പാലിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇനി റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ്? ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയാലും എത്ര വചനം പറഞ്ഞിട്ട് പോയാലും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം എന്താണ്? നമ്മൾ റോഡ് നിയമങ്ങൾ പാലിക്കണം. അത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലുള്ള നിയമങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റോഡ് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പാലിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പാലിക്കുവാനായിട്ട് തയ്യാറാകുക. ഇനി നമ്മൾ പലപ്പോഴും നടന്നു പോകുമ്പോൾ അതിൻ്റേതായ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് വാഹനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ സീബ്ര ലൈൻസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് നടക്കാനല്ല എന്നൊക്കെ നമ്മൾക്ക് തോന്നും പലപ്പോഴും. എന്നാൽ ഈ വാഹനങ്ങൾ അതിവേഗത്തിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുൻപിലോട്ട് ചാടാതിരിക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ പെട്ടെന്ന് വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ അവർക്കും പെട്ടെന്ന് എന്താണ്? ബ്രേക്ക് പിടിക്കണമെന്നൊന്നുമില്ല. കാരണം ഓടിക്കുന്നത് മനുഷ്യന്മാരാണല്ലേ, അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടണമെന്നൊന്നുമില്ല. ഇനി അതുമല്ല, അവർ വരുന്ന അതേ സ്പീഡിൽ എന്താണ്? പുറകിലും അതേ സ്പീഡിലായിരിക്കും ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇവർ പെട്ടെന്ന് ചവിട്ടി കഴിയുമ്പോൾ പുറകിൽ വരുന്ന വാഹനം ഈ വാഹനത്തെ ഇടിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. അതിനകത്തിരിക്കുന്നത് മനുഷ്യന്മാരാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ്? സീബ്ര ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിലൂടെ ക്രോസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് നോക്കണം? വണ്ടി വരുമ്പോൾ അത് നമ്മൾക്ക് കിടക്കുവാനുള്ളൊരു ടൈം ഉണ്ടോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ വാഹനങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ അതിൻ്റെ നടുക്കൂടെ പോകാതെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പോകുവാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഒന്നാമത് റോഡ് നിയമങ്ങൾ പാലിക്കുവാൻ നമ്മൾ തയ്യാറാകുക. രണ്ടാമത് ബുദ്ധിപൂർവ്വം മുൻപോട്ട് പോകുവാനും നമ്മൾ തയ്യാറാകുക. കാരണം ഇത് രണ്ടും ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതാണല്ലേ. റോഡ് നിയമങ്ങൾ പാലിക്കുവാൻ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ ദൈവം നമ്മളോട് പറയുന്നുണ്ട്. അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ ദൈവം പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്യണം. രണ്ടാമത് എന്താണ്? രണ്ടാമത് ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിക്കുവാനും നമ്മൾ തയ്യാറാകുക. ഇനി മൂന്നാമത്തത് എന്താണ്? നമ്മുടേതല്ലാത്ത കാരണത്താൽ ചിലപ്പോൾ ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കാം. എന്ന് വെച്ചാൽ നമ്മളെല്ലാം നോക്കിയായിരിക്കും നമ്മൾ വാഹനം ഓടിക്കുന്നതും. എന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ വേറെ വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യുവാനില്ല. നമ്മൾക്ക് ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥന ശക്തമാക്കുക. ഞാനൊരു ചെറിയൊരു കഥയും കൂടെ പറയാം. കഥയല്ല, ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ, 91 സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, നമ്മളുടെ കാലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരെ കാവൽ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതെന്ന് ആ ഒരു പയ്യൻ ചോദിച്ചു. ഇനി ആ പയ്യൻ ആക്സിഡൻറ്റ് സംഭവിച്ചതിനെ പറ്റിയാണോ എന്ന് അറിഞ്ഞുകൂടെ എന്തായാലും ചോദിച്ചു. അപ്പോൾ ഈ പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ റോഡിലുണ്ട് 40-ൽ പോകണം, 60-ൽ പോകണം, 100-ൽ പോകണം എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 40-ൽ പോകേണ്ട ഇതിനകത്ത് നമ്മൾ 60-ൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടത്തിൽ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ദൂതൻ ഏതിലേ പോകത്തുള്ളൂ? 40-ലേ പോകത്തുള്ളൂ. പുള്ളി 60-ൽ വരത്തില്ല. കാരണം പുള്ളി എന്ത് ചെയ്യും? നിയമങ്ങൾ പാലിച്ചേ വരത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ റോഡ് നിയമങ്ങൾ പാലിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ദൂതനെ ദൈവം കൽപ്പിച്ചാക്കുമ്പോൾ ദൂതൻ നമ്മളുടെ സ്പീഡിനനുസരിച്ചല്ല പോകുന്നത്. ഈ
ലോകത്തിൻ്റെ നിയമത്തിനനുസരിച്ചേ നമ്മളുടെ കൂട്ടത്തിൽ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, റോഡ് നിയമങ്ങളിൽ 60-ൽ പോകാൻ പറഞ്ഞാൽ 60-ലേ പോകാവുള്ളൂ. പിന്നെ 70-ലാണ് പോകേണ്ടതെങ്കിൽ അതിലേ പോകാവുള്ളൂ. 40-ലാണെങ്കിൽ അതിലേ പോകാവുള്ളൂ. കാരണം ദൂതൻ ആ ഒരു നിയമത്തിനനുസരിച്ചേ കാവല് തരത്തുള്ളൂ. അപ്പോൾ ഇത് അദ്ദേഹം ആ ഒരു പാസ്റ്റർ ആ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, റോഡ് നിയമങ്ങൾ പാലിക്കുവാനായിട്ട് തയ്യാറാകുക. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങുവാൻ വേണ്ടിയിട്ട്. യാത്രയ്ക്ക് പോകുന്നതിന് മുൻപേ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും തിരക്ക് പിടിച്ചാൽ പോകുന്നതെങ്കിലും നമ്മൾക്ക് നടന്നുകൊണ്ടാണെങ്കിലും പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുമല്ലേ, അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനൊക്കെ നമ്മൾക്ക് പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ കാവല് ചോദിക്കുക. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിടുന്നു, വാഹനത്തെ മുദ്രയിടുന്നു, വാഹനം സഞ്ചരിക്കുന്ന വഴികളെല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. പിന്നെ എന്താണ്, അല്ലെങ്കിൽ ആ രക്തം തളിക്കുന്നു. എന്നിട്ട് പിന്നെ എന്താണ്, നമ്മൾ വാഹനത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഏറ്റെടുക്കുമാറാകണമേ. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എന്താണ്, 121 സങ്കീർത്തനം. ഈ 121 സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ ചോദിക്കുക. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അല്ലേ, നിന്റെ കാൽ വെഴുതുവാനവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത്. നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പിന്നെ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എന്ന് വെച്ചാൽ നീ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം യഹോവ നിന്നെ പരിപാലിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ 121 സങ്കീർത്തനം യാത്രകളിൽ ദൈവത്തിൻ്റെ കാവലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാതെയും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വചനം നമ്മൾ എപ്പോഴും ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. യാത്രയിലായിരിക്കുമ്പോൾ ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ വചനം ചൊല്ലിക്കൊണ്ട്, ചെറിയ സങ്കീർത്തനം നമ്മൾക്ക് കാണാതെ പഠിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. കാരണം ഈ യാത്രയിലായിരിക്കുമ്പോൾ ചുമ്മാ കണ്ട അവിടെ ഇവിടെയുള്ള കൊണ്ട് കഞ്ചാവ് അടിച്ച് ചുമ്മാ എന്താണ് വൃത്തികെട്ട പാട്ടുകൾ കേട്ടുകൊണ്ട്, എന്ന് വെച്ചാൽ സിനിമ പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, വചനം പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്കെതിരെ വരുന്ന ഏത് ശത്രുവിൻ്റെ പ്ലാനുകളെയും തകർക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് വേണ്ടി പരിചയമായിട്ട് നിൽക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾക്കുണ്ടാകണം, വചനത്തിൻ്റെ കാവല് നമ്മൾക്കുണ്ടാകണം. ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക, മറക്കണ്ട. സങ്കീർത്തനം 121. ഓക്കെ, അപ്പോൾ ഈ 121 സങ്കീർത്തനം നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കാവലിലായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.